ഹലോ ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നത്തൂര് നാലാപ്പാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നാലാപ്പാട്ട് ബാലാമണിയമ്മ, നാലാപ്പാട്ട് മാധവിക്കുട്ടി, കമല സുരയ്യ ഇവരുടെ തറവാടിന് അവിടെയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഈ തറവാട് ഇപ്പൊ ഇല്ല. ആ തറവാട് പൊളിച്ച് നമ്മുടെ മാധവിക്കുട്ടി കമല സുരയ്യയുടെ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിന് മുന്നിലാണ് ഇപ്പൊ ഞാനുള്ളത്. എൻ്റെ കൂടെ പോന്നോളൂ, എല്ലാവരും പോന്നോളൂ കേട്ടാ. ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമേ. ഞാൻ പോകുന്നത് എൻ്റെ മകനാണ് കേട്ടോ, അവൻ എൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ ഇവിടെ 1932 മാർച്ച് 31 ആണ് നമ്മുടെ മാധവിക്കുട്ടി കമല സുരയ്യയുടെ ജനനം. കമല സുരയ്യ അതീവ സുന്ദരിയാണ് കേട്ടോ. സുന്ദരി എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരി മാത്രമല്ല പ്രശസ്തമായ കവയത്രി കൂടിയായിരുന്നു. ഒരുപാട് പുരസ്കാരങ്ങൾ, കഥ, കവിത, ചിത്രരചന, ഇതിനൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നല്ലൊരു കവയത്രിയായിരുന്നു മാധവിക്കുട്ടി കമല സുരയ്യ. 10ാമത്തെ വയസ്സിലാണ് ഇവർ കഥ എഴുതി തുടങ്ങിയത്. അവരുടെ കഥ സ്മരണകളും അനുഭവങ്ങളും യാത്രകളും നാടകങ്ങളും തിരക്കഥകളും ആത്മകഥകളും ചിത്രരചനയും ഇതൊക്കെയായിരുന്നു ഇഷ്ടവിനോദം. ഈ ഒരു കോമ്പൗണ്ടിലേക്ക് കയറി വന്നപ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങൾ ഇന്നും ഇവർ സുരക്ഷിതമായിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് 15 വർഷത്തോളം 15ാമത്തെ വയസ്സിലാണ് നമ്മുടെ കമല സുരയ്യ മാധവിക്കുട്ടിയുടെ വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിന് ശേഷം അവര് കൊൽക്കത്തയിലേക്ക് പോകാനുണ്ടായത്. അത്രയും നാളുകൾ ഇവിടെയായിരുന്നു അവരുണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലത്താണ് അവർ ചെറുപ്പകാലം, കുട്ടിക്കാലം, അവരുടെ കളികളും തമാശകളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അവരുടെ കുറേ കവിതകളും കഥകളൊക്കെ അവർ ഇവിടെ ഇരുന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആ കാണുന്ന തുളസിത്തറയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വർഷത്തോളം പഴക്കമുണ്ട്. പഴയ തറവാട് വീടിന്റെ തുളസിത്തറയാണ് കേട്ടോ അത്. ഈ കാണുന്ന ഈ ഒരു ഇലഞ്ഞിമരം ഉണ്ടല്ലോ, 250 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ നമ്മോട് പറഞ്ഞത്. ഇത്രയും പഴക്കമുള്ള മരങ്ങളൊന്നും ഇന്ന് നമുക്ക് കാണാനേ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു മരം കണ്ടപ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി. ഈ ഒരു മാവ്, ഈ തറകെട്ടി നിർത്തിയ ഒരു മാവിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഈ ഒരു മാവിൽ നല്ല മധുരമുള്ള മാമ്പഴം ഇപ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ ചേട്ടൻ നമ്മോട് പറഞ്ഞത്. നീലക്കുറിഞ്ഞിയുടെ മരമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്, നീലക്കുറിഞ്ഞി. അപ്പൊ നമുക്ക് ഈ ഒരു സ്മാരകത്തിനുള്ളിലേക്ക് പോയാലോ? സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. ചേട്ടനോട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം കേട്ടോ. നമ്മുടെ ഈ കാണുന്ന ഫോട്ടോ ആണ് നമ്മുടെ മാധവിക്കുട്ടി കമല സുരയ്യ. സുന്ദരി എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരിയായിരുന്നു കേട്ടോ. എനിക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, പരിചയപ്പെടാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവരുടെ തറവാട്ടിലെ കോളേജിലാണ്, ഇവരുടെ തറവാട് കോളേജ് നാലാപ്പാട് മെമ്മോറിയൽ കോളേജ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ആ കോളേജിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ പ്രീ ഡിഗ്രി അവിടെയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കാണാനും കമല സുരയ്യയുടെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചെറുപ്പകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അവരുടെ ഫർണിച്ചറുകളും സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇന്നും ഈ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ. അവരുടെ ഫോട്ടോസ്, പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ഓരോ ഉപഹാരങ്ങൾ, സമ്മാനങ്ങൾ എല്ലാം ഇന്നും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കമല സുരയ്യയുടെ പ്രതിമയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പഴയ കാല സാധനങ്ങൾ, ഫർണിച്ചറുകളാണ് ഇതൊക്കെ. പണ്ടത്തെ ടി വി, പണ്ടത്തെ കമ്പ്യൂട്ടർ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫർണിച്ചറുകളെല്ലാം അതേപോലെ തന്നെ അവർ ഭദ്രമാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് കവികളും കവിത്രികളൊക്കെ വന്നിട്ടിരുന്നുള്ള സോഫയാണ് കേട്ടോ ഇത്. നമ്മുടെ കമല സുരയ്യ മാധവിക്കുട്ടി ഉറങ്ങിയിരുന്ന കട്ടിലാണിത്. ചെറുപ്പകാലത്ത് കിടന്നിരുന്ന കട്ടിലാണ് കേട്ടോ ഇത്. ഈ ഒരു ഇതില്ലേ, മേശയില്ലേ, ആ മേശയിൽ വെച്ചാണ് ഇവർ ചെറുപ്പകാലത്തൊക്കെ കഥകളും കവിതകളൊക്കെ എഴുതിയിരുന്നത്. പഴയ ഇവരുടെ വീട് ഇവിടെ ഇതേ സ്ഥലത്തായിരുന്നു തറവാട് വീട് ഉണ്ടായിരുന്നത്. അത് പൊളിച്ചിട്ടാണ് ഈ ഒരു സ്മാരകം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അവർക്ക് കിട്ടിയിട്ടുള്ള ഓരോ പുരസ്കാരങ്ങളും ഇവിടെ സേഫായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
ചിത്രങ്ങളും അവരുടെ ചിത്രങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. 3 നിലകളിലായിട്ടാണ് ഈ ഒരു കെട്ടിടം പണിതിട്ടുള്ളത്. 2 നിലകളിൽ നമ്മൾ വിസിറ്റേഴ്സിന് വന്ന് കാണാൻ പറ്റും. ഒരു നില അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം അതൊരു പ്രോഗ്രാം ഹാളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ. സുന്ദരിയാണ്, സുന്ദരി എന്ന് വെച്ചാൽ അതീവ സുന്ദരി. കണ്ടില്ലേ, അവരുടെ കണ്ണുകളിൽ തന്നെ കഥ പറയുന്നുണ്ട്. അവർ കണ്ണുകളിൽ തന്നെ കഥയും കവിതയും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നേരിട്ട് കാണുന്ന ഇതിലേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. എനിക്ക് അങ്ങനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല, സ്നേഹത്തിൻ്റെ നിറകുടം, പ്രണയത്തിൻ്റെ നിറകുടം എന്നൊക്കെ പറയാം. പ്രണയം എന്താണെന്നൊക്കെ, യഥാർത്ഥ പ്രണയം എന്താണെന്നൊക്കെ ഇവർ കഥകളും കവിതകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രണയമായിരുന്നു ഇവരുടെ എല്ലാ കഥകളിലും കവിതകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത്. എല്ലാം പച്ചയായി തന്നെ ഇവർ കുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മായമില്ലാതെ എല്ലാം അതേപടി കുറിച്ച് വെച്ചിട്ടുള്ള കഥകളും കവിതകളൊക്കെയാണ് ഇവരുടെ ബുക്കുകളുടെ സ്പെഷ്യാലിറ്റി. നല്ലൊരു എഴുത്തുകാരിയായിരുന്നു. ഇവരുടെ ബുക്കുകളും കഥകളും കവിതകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത്. എല്ലാം ഇവരുടെ ബുക്കുകളാണ് കേട്ടോ. ഒരുപാട് പ്രശസ്തരിൽ നിന്നും ഒരുപാട് സമ്മാനങ്ങളും പുരസ്കാരങ്ങളൊക്കെ നേടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രശസ്ത കവയിത്രി മാധവിക്കുട്ടിക്ക്. ഇതെല്ലാം ഉന്നതരിലുള്ള കൂടിക്കാഴ്ചകളാണ് കേട്ടോ. ഈ ഫോട്ടോസ് എല്ലാം ഉയർന്ന പ്രതിഭകളോട് കൂടെയുള്ള കൂടിക്കാഴ്ചകളാണ് എല്ലാം ഈ കാണുന്നത്. എല്ലാം കവികളും. ഇതാ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ കമലസുരിയ വയ്യാതെ കിടന്ന സമയത്ത് കാണാൻ പോയിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇവിടെ കാണുന്ന ഫോട്ടോയിലുള്ളവരെല്ലാം ഉയർന്ന പ്രതിഭകളാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം നമ്മുടെ കമലസുരയ്യ മാധവിക്കുട്ടി എന്ന ആ കവയിത്രി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയ ആ ഒരു ഫീല്. കാരണം ഞാൻ അവരെ നേരിട്ട് കണ്ടതുകൊണ്ടായിരിക്കാം എനിക്കിന്നും അവരിവിടെയൊക്കെ നടക്കുന്നതായിട്ടും എല്ലാം ഫീൽ ചെയ്തു. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവർ കവിതകൾ എഴുതിയിരുന്നു. ഒരു പ്രണയത്തിൻ്റെ പ്രലോഭനത്തിൽ അവർക്ക് മതം മാറേണ്ടി വന്നു. അത് വല്ലാത്തൊരു വിവാദത്തിന് കാരണമായിട്ടുണ്ട് കേട്ടോ. വല്ലാത്തൊരു വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ആ ഒരു പ്രണയം, മതം മാറ്റമാണ് കൂടുതലായിട്ട് വിവാദം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എല്ലാം കൊൽക്കത്തയിലുള്ള സമയത്താണ് കേട്ടോ. കൊൽക്കത്തയിലായിരുന്നു ഇവരുടെ ജീവിതം. കല്യാണത്തിൻ്റെ അവസാനം കൊൽക്കത്തയിലായിരുന്നു ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയായിരുന്നു ഇവർക്ക് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ജീവിതത്തിൽ. അതെല്ലാം പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ ഈ ഒരു നല്ല ധൈര്യശാലിയായ ഈ ഒരു കവയിത്രിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഓരോ ഇൻ്റർവ്യൂകളും പുസ്തകങ്ങളിലൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2009 പൂനെ ജഹാംഗീർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. ഇവരിപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിലാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി സ്മാരകം ആണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കമലസുരിയ സ്മാരകം. LDFിൻ്റെ കാലത്താണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്മാരകത്തിന് തറക്കല്ലിട്ടതെങ്കിലും UDFിൻ്റെ ഭരണകാലത്താണ് ഈ ഒരു സ്മാരകം പണി തീർത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നൊസ്റ്റാൾജി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഈ ഒരു പരിസരത്ത് വെച്ചിട്ടാണ്. കാരണം ഈ ഒരു പരിസരത്താണ് ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്, ഇപ്പോൾ കാണാം, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ട്, എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ പ്രണയകാലം എല്ലാം ഈ ഒരു വഴികളിലൊക്കെ ആയിരുന്നു. കാരണം നടന്നിട്ടാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു വഴിയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വഴിയിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിനിപ്പോൾ ആ പഴയ കാലത്തിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണം, ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്താണ് അഭിപ്രായങ്ങൾ എന്നൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു.